പാണക്കാട്ടെ തങ്ങൾ നമ്മുടെ കർദിനൽ ക്ലിമിസ് ബാവയുമായി ഒരു ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുത്തു. അന്ന് ഈ ക്ലിമിസ് ബാവയോടൊപ്പം അദ്ദേഹം കേക്ക് മുറിച്ചു. അതിൻ്റെ ഒരറ്റത്ത് പിടിച്ചിരിക്കുന്നത് നമ്മുടെ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിരിക്കുന്ന K. സുരേന്ദ്രനാണ്. അന്ന് തൊട്ടേ തന്നെ പല ഭാഗങ്ങളിൽ നിന്നും സത്യത്തിൽ ഇതിങ്ങനെ പറയുമ്പോൾ മനുഷ്യന്റെ ജീവത് പ്രശ്നവുമായി ബന്ധപ്പെട്ട കാര്യമൊന്നും ആയിരിക്കില്ല. അതുകൊണ്ടാണ് കയറി പിടിച്ചത്. ഇവിടെ മനുഷ്യൻ അരിയില്ലെന്നോ ആഹാരമില്ലെന്നോ പറഞ്ഞ് കയറി പിടിക്കാത്ത ഇത്തരം കാര്യങ്ങൾ കയറി പിടിക്കും. അതായാലും അങ്ങനത്തെ ഒരു പ്രശ്നത്തിൽ എനിക്ക് തോന്നുന്നു ഇതിലൊരു രാഷ്ട്രീയം കൂടിയുണ്ട്. രാഷ്ട്രീയമേ ഉള്ളൂ. അതെ, ഇതിലെ രാഷ്ട്രീയമേ ഉള്ളൂ. പക്ഷേ ഇതെന്താണ് പ്രശ്നമെന്ന് ചോദിച്ചാൽ, ഈ മുസ്ലിം ലീഗിൻ്റെ പരമോന്നതനായ നേതാവ് ഈ കർദിനാൾ ക്ലിമിസിനെ പോലെ ഒരാളുമായി, അതുപോലെ തന്നെ BJPയുടെ സംസ്ഥാന അധ്യക്ഷനുമായി നിന്ന് ഒരു ക്രിസ്മസുമായി ബന്ധപ്പെട്ട ഒരു ആഘോഷത്തിൽ കേക്ക് മുറിക്കുന്നു, സൗഹൃദം പങ്കുവയ്ക്കുന്നു, സംഭാഷണങ്ങൾ നടത്തുന്നു. അങ്ങനെ ഒരു അത് മാത്രമല്ല, മതങ്ങൾ ഇതിപ്പം ഈ വ്യക്തികളെയൊക്കെ മാറ്റി നിർത്തിയാൽ പോലും മതങ്ങൾ പല കാലഘട്ടങ്ങളിലായി രൂപപ്പെട്ട കാലം തൊട്ട് തന്നെ അത് സ്വയം ഒരു പൊളിറ്റിക്കൽ ടൂളാണ്. അപ്പം മതത്തെ പറ്റിയുള്ള ഏത് ചർച്ചയും പൊളിറ്റിക്കലാണ്. അതുകൊണ്ട് അതിനകത്ത് രാഷ്ട്രീയം ഒഴിവാക്കി ഒന്നുമില്ല. ഇനി പറഞ്ഞു ഞാൻ പറഞ്ഞു വന്നത്, എന്തായാലും ഈ ലീഗുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അതിലെ ചില വിഷയങ്ങൾക്ക് വേണ്ടി കൂടിയുള്ളൊരു വിമർശനമായിട്ട് വേണം നമ്മൾ ഈ അദ്ദേഹത്തിൻ്റെ, അതായത് ഹമീദ് ഫൈസി അമ്പലക്കടവിൻ്റെ പ്രസ്താവനയെ കാണാനെന്നാണ് പല കോണുകളിൽ നിന്നും ഉയർന്നു വരുന്ന കാര്യം. അതുമാത്രമല്ല, ഇപ്പോൾ ഈ നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ എല്ലായിടത്തും ഇപ്പം മുസ്ലിംസ് ഫാസ്റ്റിംഗ് ഒക്കെ നോക്കുമല്ലോ, ഈ വ്രതം, റംസാനിലൊക്കെ വ്രതമൊക്കെ നോക്കുമല്ലോ. അത് മുസ്ലിങ്ങളായ ആളുകളല്ലാത്തവരും പലപ്പോഴും നോക്കുന്നുണ്ട്. കാരണം സൗഹൃദങ്ങളുടെയൊക്കെ പേരിൽ എനിക്ക് പലപ്പോഴും നമ്മൾ അത്തരം വാർത്തകളൊക്കെ കണ്ടിട്ടുണ്ട്. കുറേ നാൾ ഗൾഫിലൊക്കെ നിൽക്കുമ്പോൾ ആ മുറിയിൽ താമസിക്കുന്ന മറ്റുള്ളവരും മുസ്ലിം മതവിശ്വാസികളാകും. അപ്പോൾ ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളോ ഒക്കെ ആ മുറിയിൽ താമസിക്കുന്നുണ്ടെങ്കിൽ അവരോട് ഐക്യപ്പെട്ട് അവരുടെ കൂടെ നോക്കും. അത് ഒരാളുടെ വിശ്വാസത്തെയൊക്കെ പൂർണ്ണമായി മാറ്റുമോ എന്നുള്ളത് അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷെ അപ്പോൾ ആ നോക്കുന്ന ആൾ മറ്റൊരു മതസ്ഥനാണെങ്കിൽ അയാളുടെ മതം വിശ്വാസമൊക്കെ വിട്ടിട്ട് അയാൾ പൂർണ്ണമായും ഇസ്ലാം മതത്തിലേക്ക് വരികയാണോ? അല്ലല്ലോ. അപ്പോഴും അയാളുടെ ദൈവത്തെ ആയിരിക്കുമല്ലോ വിളിക്കാം. ഞാൻ വിശ്വാസികളുടെ കാര്യമാണ് ഈ പറയുന്നത് മുഴുവൻ എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കണം. പക്ഷേ അങ്ങനത്തെ കാര്യങ്ങളെ നിങ്ങൾ സ്വാഗതം ചെയ്യുകയും നമ്മുടെ ആളുകളാരും ഈ ആഘോഷങ്ങളിലൊന്നും പങ്കെടുക്കരുത് എന്ന് പറയുകയും ചെയ്യുന്നിടത്ത് എന്താ പറയുന്നത്, ഒരു ആളുകളെ തടയുമ്പോൾ ഒരു കാര്യത്തിൽ ഒരു സന്തോഷകരമായ ഒരു പ്രക്രിയയിൽ ആളുകളെല്ലാം കൂടെ കൂട്ടമായിട്ട് നിന്നൊരു ആഘോഷത്തിലൊക്കെ പങ്കെടുക്കും. ആൾക്കാർ സന്തോഷിച്ച മതമില്ല. എങ്ങനെ സന്തോഷിക്കുന്നവരെ ബുദ്ധിമുട്ടിക്കാം, അതാണ് ഈ മതങ്ങൾ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ രസകരമായ ഒരു കാര്യം, ഈ മതങ്ങൾ ഇൻസിസ്റ്റ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും. ഇപ്പം ഹിന്ദു മതം എന്ന് നമുക്ക് വിചാരിക്കാം, ഹിന്ദു മതം, ക്രിസ്ത്യൻ മതം, എന്ത് മതം ആയിക്കോട്ടെ. ഇപ്പോൾ ശബരിമലയിൽ പുരുഷന്മാർക്ക് ഏത് പ്രായത്തിലും കയറി പോകാം. സ്ത്രീകൾ 10 വയസ്സിനും 50 വയസ്സിനും ഇടയ്ക്കുള്ളവർ മാത്രമേ പോകാവുന്നതാണ് നിലവിലുള്ള പോകാൻ പാടുള്ളൂ. 10നും 50നും തിരിച്ച് 10നും 50നും ഇടയ്ക്കുള്ളവർ കയറി പോകരുത്. ബാക്കിയുള്ളവർ 10ന് താഴെയുള്ളവരും 50ന് മുകളിലുള്ളവരും പോകാം. അപ്പം ഈ പറഞ്ഞ ഒരു യൗവന കാലഘട്ടം, അതിൻ്റെ അങ്ങേയറ്റത്തുള്ള ആൾക്കാർ ശബരിമല പോകാൻ പാടില്ല. അവിടെ പക്ഷേ എല്ലാ മതക്കാർക്കും പോവാം. അതെ, ക്രിസ്ത്യാനിക്ക് പോവാം, മുസ്ലിമിന് പോവാറുണ്ട്, ധാരാളം ആൾക്കാർ പോകാറുണ്ട്. ഈ ശബരിമലയോട് ചേർത്ത് കിട്ടി വാവരുടെ ഒരു ഐതിഹ്യം പറയുന്നുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ ആധികാരികതയെ പറ്റി ചർച്ചകൾ വരെ നടക്കുന്നുണ്ട്. പക്ഷേ ഗുരുവായൂരാണെങ്കിൽ പക്ഷേ അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല സാധാരണഗതിയിൽ. പക്ഷേ ഈ ജാതി വെളിപ്പെടുത്താതെ പലരും അവിടെ കയറി പോകുന്നുണ്ടാകാം. ഈ ഒരു പക്ഷേ അവിടെ ഒരു മുമ്പ് അഹിന്ദുവായ മന്ത്രി ചെന്നപ്പോൾ തിരിച്ചിറങ്ങിയപ്പോൾ അവിടെ പുണ്യാഹോ തളിച്ച സംഭവങ്ങളുണ്ട്. അവിടെ അങ്ങനെയാണ്. ഇനി മറ്റു ചിലയിടത്ത് വേറെ തരത്തിലാണ്. മുസ്ലിം പള്ളികളിൽ സ്ത്രീകൾക്ക് പ്രവേശനമില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലേ? അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ എല്ലാ കാര്യങ്ങൾക്കും ഓരോ റെസ്ട്രിക്ഷൻസ് എല്ലാവരും വെച്ചിട്ടുണ്ട്. ഇതൊക്കെ വിശ്വാസികളായ ആൾക്കാർ ഇതൊക്കെ അംഗീകരിക്കുകയും ഇതൊക്കെ അനുസരിച്ച് പോവുകയൊക്കെ ചെയ്യുന്നുണ്ടാകാം. പക്ഷേ ഇതൊന്നും അംഗീകരിക്കാതെ ഇതിനെപ്പറ്റി ബോധമല്ലാതെ ജീവിക്കുന്ന വളരെ ഹാപ്പിയായ ഒരു സമൂഹം പുറത്തുണ്ട്. ഒരു എക്സ് റിലീജിയസ് ഗ്രൂപ്പ്. അവർ പക്ഷേ പേരുകൊണ്ട് എക്സ് റിലീജിയസ് ആവണമെന്നൊന്നുമില്ല. ഇവർ അമ്പലത്തിലും പോകുന്നവരായിരിക്കും, പള്ളിയിലും പോകുന്നവരായിരിക്കും. പക്ഷെ അവരുടെ പ്രശ്നം ഇതൊന്നും അല്ല. അവർ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള പെടാപ്പാടിലാണ്. അവർക്ക് ജോലി വേണം, അവർക്ക് ആഹാരം കഴിക്കണം, അവരുടെ കുടുംബങ്ങളെ നോക്കണം, അവരുടെ കുട്ടികളെ വളർത്തണം, അവർക്ക് സമൂഹത്തിൽ ജീവിക്കണം, അവരുടെ ഉല്ലാസത്തിനുള്ള ഉപാധികൾ കണ്ടെത്തണം, തുടർന്നും ജീവിക്കണം. ഇതൊക്കെ തന്നെയാണ് അവരുടെ ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്നത്, അവരുടെ ജീവിത പ്രശ്നങ്ങൾ. അവർക്കൊന്നും ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഒരു വിഷയവുമല്ല. എന്ന് മാത്രമല്ല, ഇങ്ങനെ ചില നിലപാടുകൾ കൊണ്ടാണ് ഇതിപ്പം ഇദ്ദേഹം ഇങ്ങനെ പറയുന്നു. ഇപ്പം ഞാൻ എൻ്റെ വീട്ടിൽ ക്രിസ്മസ് സ്റ്റാർ തൂക്കിയ ആളാണ്,
എല്ലാ എന്താണ് മുൻവർഷങ്ങളിലും തൂക്കിയിട്ടുണ്ട്. മറ്റേ നേരത്തെ പേപ്പർ കൊണ്ടുള്ള സ്റ്റാർ ആണെങ്കിൽ ഇപ്പം മറ്റേ LED ആ ഇത്തവണ ചെന്നപ്പം എൻ്റെ മകൻ അത് ഇട്ടിട്ടുണ്ട്. അച്ഛാ എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞു ഗംഭീരോടാ, അടുത്ത കൊല്ലം ഇതൊന്നും ഉപയോഗിക്കാമല്ലോ അല്ലേ എന്ന് പറഞ്ഞു. ഇങ്ങനെയാണ് നമ്മൾ കാര്യങ്ങളെ കാണുന്നത്. നമ്മൾക്ക് മുസ്ലിമിൻ്റെ ആഘോഷമെന്നോ ഹിന്ദുവിൻ്റെ ആഘോഷമെന്നോ ഞാനീ പറയുന്നത് എനിക്ക് മാത്രമല്ല, അങ്ങനെയുള്ള ധാരാളം ആൾക്കാരുണ്ട് ഇവിടെ. അവരെ സംബന്ധിച്ച് ഇതൊന്നും ഒരു വിഷയമേ അല്ല. ഇതിൽ പങ്കെടുക്കാൻ മതപരമായ കാര്യങ്ങൾ ഹാപ്പിനെസ്. കാര്യം മനുഷ്യൻ വല്ലാതെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ തൊഴിലില്ലായ്മയും വിശപ്പും അടക്കം, ആഹാരവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളടക്കം. കേരളത്തിൽ തന്നെ എന്തോരം പ്രശ്നങ്ങളാണ്. സാധാരണ മനുഷ്യരിവിടെ ജീവിക്കാൻ നിവൃത്തിയില്ലാതെ കഴിയുകയാണ്. മണിപ്പൂരിൽ എന്തോരം പ്രശ്നങ്ങൾ നടക്കുന്നു. UP-യിൽ സാധാരണ മനുഷ്യന് സാധാരണ ജീവിതം നയിക്കാൻ കഴിയില്ല. ഗുണ്ടകളുടെ കീഴിലാണ് അവിടെ ഒരു വലിയ സമൂഹം ഭയന്ന് ജീവിക്കുന്നത്. അങ്ങനെ ഏതെല്ലാം സ്ഥലങ്ങളിൽ ഇവിടെയൊക്കെ ജീവിത പ്രശ്നങ്ങൾ പലതാണ്. ഇവർക്കിതൊന്നും ഒരു വിഷയമല്ല. ഇതിനിടയ്ക്കൂടെ ഒരു ഹാപ്പിനെസ് കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ അത് മതം വെച്ച് അതിനെ പാർട്ടി ചെയ്ത് കൊടുക്കുന്നത് അത് പോസിറ്റീവായിട്ടുള്ളൊരു സമീപനം ആയിരിക്കില്ല. അത് മതത്തെ തന്നെ കാലക്രമേണ ഇല്ലാതാക്കാനുള്ള ഒരു ഉപാധിയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ബുദ്ധിമുട്ടുകളാണ് ഈ മതം ഉണ്ടാക്കുന്നതെങ്കിൽ പിന്നെ മതം വിട്ടു പോകില്ലേ മനുഷ്യൻ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.